കൊല്ലത്ത് സ്യൂട്ട് കേസിൽ അസ്ഥികൂടം കണ്ടെത്തിയ സംഭവത്തിൽ അസ്ഥികൂടം മെഡിക്കൽ പഠനത്തിന് ഉപയോഗിച്ചതെന്ന് സംശയം. ഇടുപ്പെല്ലിൽ എച്ച് എന്നും കാലിൻ്റെ എല്ലിൽ ഒ എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. നട്ടലിൻ്റെ ഭാഗങ്ങൾ ചുവപ്പ് കയർ ഉപയോഗിച്ച് കൂട്ടിക്കെട്ടിയ നിലയിലാണ്. ഫോറൻസിക് പരിശോധനയിലാണ് വിവരങ്ങൾ കണ്ടെത്തിയത്. ഇന്ന് രാവിലെയാണ് ഈ സ്യൂട്ട് കേസിൽ ഈ അസ്ഥികൂടങ്ങൾ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊല്ലം SN കോളേജിന് സമീപമുള്ള CSI പള്ളിയിൽ നിന്നാണ് ഈ അസ്ഥികൂടം കണ്ടെത്തിയത്. ഈ അസ്ഥികൂടത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളും ഇല്ല എന്നാണ് രാവിലെ തന്നെ സിറ്റി പോലീസ് കമ്മീഷണർ അവിടെ എത്തിയ ശേഷം മാധ്യമങ്ങളോട് വിശദീകരിക്കുകയും ചെയ്തത്. ഏതായാലും ഇപ്പോൾ മെഡിക്കൽ പഠനത്തിന് ഉപയോഗിച്ചതാണ് എന്ന തരത്തിലേക്ക് നിഗമനങ്ങളിലേക്ക് എത്താൻ കഴിയുന്ന സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. ഇടുപ്പെല്ലിൽ എച്ച് എന്നും കാലിൻ്റെ എല്ലിൽ ഒ എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ഫോറൻസിക് പരിശോധനയിൽ മനസ്സിലാക്കുന്നത്. നട്ടലിൻ്റെ ഭാഗങ്ങൾ ചുവപ്പ് കയർ ഉപയോഗിച്ച് കൂട്ടിക്കെട്ടിയ നിലയിലുമാണ്. രാവിലെ പള്ളി വൃത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് തൊഴിലാളികൾ എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ ഈ സ്യൂട്ട് കേസിൽ അസ്ഥികൂടത്തിൻ്റെ ഭാഗങ്ങൾ കണ്ടെത്തുകയും ചെയ്തത്. എപ്പോഴാണ് കൊണ്ടിട്ടതെന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത്. ഇപ്പോൾ രാജ്കുമാർ ഏറെക്കുറെ ഇപ്പോൾ മനസ്സിലാക്കാൻ ഫോറൻസിക് പരിശോധനയിൽ ഈ അസ്ഥികൂടത്തിന് ഇടുപ്പലിൽ എച്ച് എന്നും കാലിൻ്റെ എല്ലിൽ ഒ എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അതെ, ഈ നട്ടലിന്റെ ഭാഗങ്ങൾ ചുവപ്പ് കയർ കൊണ്ട് ഉപയോഗിച്ച് കൂട്ടിക്കെട്ടിയ നിലയിലാണ്. ഈ ഫോറൻസിക് പരിശോധനയാണ് ഇതെല്ലാം കണ്ടെത്തിയത്. ഇന്നിപ്പോ രാവിലെ അവിടെ ഈ പൈപ്പ് ലൈൻ നന്നാക്കാൻ വേണ്ടി വന്നവർ ആണ് ഇത് അവരുടെ ശ്രദ്ധയിൽ ഈ പരിചയപ്പെടുകയായിരുന്നു. അവരിത് തുറന്ന് പരിശോധിച്ചപ്പോഴാണ് ഇതിന് അസ്ഥികൂടം കണ്ടെത്തിയത്. തുടർന്ന് പള്ളി വികാരിയെ അറിയിച്ചു. പള്ളി വികാരി പോലീസ് ഉദ്യോഗസ്ഥരെ അറിയിച്ചു. പോലീസ് ആദ്യം സിറ്റി പോലീസ് കമ്മീഷണർ നേതൃത്വത്തിൽ പരിശോധന നടത്തി. പിന്നീട് ഫോറൻസിക് വിഭാഗത്തിലെത്തിയുള്ള ആ പരിശോധനയിലാണ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഇടുപ്പെല്ലിൽ എച്ച് എന്നും കാലിന്റെ എല്ലിൽ ഒ എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുമ്പ് ഒരു 3 വർഷം മുമ്പ് കൊല്ലം തേവള്ളിയിൽ ഇതുപോലൊരു വീട്ടിൽ ഇങ്ങനെ കവറിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ അസ്ഥികൂടങ്ങൾ കണ്ടെത്തിയിരുന്നു. പിന്നീടുള്ള പരിശോധനയിൽ സ്റ്റുഡൻസ് അവർ പഠിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നതിന് ശേഷം പിന്നീട് ഉപേക്ഷിച്ചു പോയതാണ് എന്ന് പിന്നീട് അന്വേഷണത്തിൽ ബോധ്യമാവുകയും ചെയ്തു. ഇതിനു മുമ്പും സമാന സംഭവങ്ങൾ കൊല്ലത്തുണ്ടായിട്ടുണ്ട്. ശരി, രാജ്കുമാറാണ് കൊല്ലത്തു നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. കൊല്ലം SN കോളേജിന് സമീപമുള്ള പള്ളിയിൽ നിന്ന് കണ്ടെത്തിയ അസ്ഥികൂട ഭാഗങ്ങൾ മെഡിക്കൽ പഠനത്തിന് ഉപയോഗിച്ചതാണെന്ന സൂചനകളാണ് ലഭിക്കുന്നത്.